വോട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യണം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് നമ്മുടെ കേരളത്തിൽ ഇക്കുറി പോളിംഗ് ബൂത്തിലെത്തുന്നത്. വോട്ടവകാശമുള്ള എല്ലാ യുവജനങ്ങളും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകണം. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വോട്ടർമാരുടെ സംശയ നിവാരണത്തിനായി വോട്ടെടുപ്പ് പ്രക്രിയ എങ്ങനെയെന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വോട്ടെടുപ്പ് ദിനത്തിൽ മോക്ക് പോളോടെയാണ് പോളിംഗ് ബൂത്തുകൾ പ്രവർത്തന സജ്ജമാകുന്നത്. കൺട്രോൾ യൂണിറ്റ്, EVM, VVPAT എന്നിവ പരിശോധിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രക്രിയ. സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസറും മാത്രമാണ് ആ സമയം ബൂത്തിൽ ഉണ്ടാവുക. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും 0 വോട്ടാണ് അപ്പോൾ കാണിക്കുക. ശേഷം VVPATന്റെ ബാലറ്റ് കമ്പാർട്ട്മെന്റും തുറന്ന് ശൂന്യമാണെന്ന് പോളിംഗ് ഏജന്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർ ബോധ്യപ്പെടുത്തും. അതിനുശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് 50 വോട്ടുകളുള്ള മോക്ക് പോൾ നടത്തുന്നു. തുടർന്ന് കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് ഫലം VVPAT സ്ലിപ്പ് കൗണ്ടുമായി താരതമ്യം ചെയ്ത് പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തും. മോക്ക് പോൾ ഫലം മായ്ച്ചുകളയും. തുടർന്ന് വോട്ടുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൺട്രോൾ യൂണിറ്റ് ഡിസ്പ്ലേയിൽ 0 വോട്ടുകൾ കാണിക്കുന്നതിന് ടോട്ടൽ ബട്ടൺ അമർത്തുകയും VVPAT ബാലറ്റ് കമ്പാർട്ട്മെന്റ് ശൂന്യമാണെന്ന് വീണ്ടും പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൺട്രോൾ യൂണിറ്റും VVPATും സീൽ ചെയ്യും. വോട്ടെടുപ്പിൽ ഒത്തുനോക്കാനായി സീൽ നമ്പർ പോളിംഗ് ഏജന്റുമാർ രേഖപ്പെടുത്തി സൂക്ഷിക്കും. ഇനിയാണ് വോട്ടെടുപ്പ് പ്രക്രിയ. 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ട് ചെയ്യാൻ പുറപ്പെടും മുൻപ് കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ രേഖകളിലൊന്ന് കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത്തവണ വോട്ട് ചെയ്യാൻ വോട്ടർ ID കാർഡ് വേണമെന്ന് നിർബന്ധവുമില്ല. എപിക് കാർഡ് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. ആധാർ കാർഡ്, MNREG, തൊഴിൽ കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, പാർലമെന്റ് അംഗങ്ങൾ അല്ലെങ്കിൽ നിയമസഭയിലെ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നീ രേഖകൾ ഉപയോഗിക്കാം. BLOമാർ വിതരണം ചെയ്ത സ്ലിപ്പ് ഉണ്ടെങ്കിൽ ക്രമനമ്പർ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ബൂത്ത് സ്ലിപ്പ് ഇത്തവണ SMS ആയും മൊബൈലിൽ ലഭിക്കും. പോളിംഗ് ബൂത്തിലെത്തിയാൽ വോട്ടർ ക്യൂവിൽ അല്പസമയം കാത്തു നിൽക്കണം. ബൂത്തിൽ പ്രവേശിച്ചാൽ വോട്ടർ ആദ്യത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തണം. തിരിച്ചറിയൽ കാർഡോ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള മറ്റ് രേഖകളോ പോളിംഗ് ഓഫീസർക്ക് നൽകണം. രേഖകളുടെ പരിശോധന പൂർത്തിയായാൽ സമ്മതിദായകന്റെ ക്രമനമ്പറും മറ്റ് വിവരങ്ങളും 1ാം പോളിംഗ് ഓഫീസർ ഉറക്കെ വിളിച്ചു പറയും. രേഖ സംബന്ധിച്ച തർക്കമില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ സമ്മതിദായകന്റെ വിവരം രേഖപ്പെടുത്തിയ സ്ഥാനത്ത് പോളിംഗ് ഓഫീസർ അടയാളമിടും. വോട്ട് രജിസ്റ്ററിൽ ക്രമനമ്പർ രേഖപ്പെടുത്തി പോളിംഗ് ഓഫീസർ സമ്മതിദായകന്റെ ഒപ്പോ വിരലടയാളമോ വാങ്ങും. തുടർന്ന് സമ്മതിദായകന്റെ ഇടത് ചൂണ്ടുവിരൽ പരിശോധിച്ച് അതിൽ നഖം മുതൽ മുകളിലോട്ട് വിരലിന്റെ ആദ്യ മടക്ക് വരെ മായ്ക്കാനാകാത്ത മഷി കൊണ്ട് അടയാളമിടും. ഈ അടയാളം തുടച്ചു കളയാൻ പാടില്ല. ഇടത് ചൂണ്ടുവിരൽ ഇല്ലെങ്കിൽ ഇടത് കൈയിലെ ഏതെങ്കിലും വിരലിൽ മഷി അടയാളം പതിക്കും. ഇടത് കൈയില്ലാത്തവരാണെങ്കിൽ വലത് കൈയിലെ ചൂണ്ടുവിരലിലാകും മഷി പുരട്ടുക. ഇതിനുശേഷം പോളിംഗ് ഓഫീസർ വോട്ട് ചെയ്യുന്നതിനുള്ള സ്ലിപ്പ് നൽകും. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം 3ാം പോളിംഗ് ഓഫീസർ വോട്ടിംഗ് സ്ലിപ്പും മഷി അടയാളവും പരിശോധിച്ച് സ്ലിപ്പ് തിരികെ വാങ്ങി വോട്ട് ചെയ്യാൻ അനുവദിക്കും. വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റിന്റെ സ്വിച്ച് പോളിംഗ് ഓഫീസർ അമർത്തുമ്പോൾ ബാലറ്റ് യൂണിറ്റുകൾ വോട്ട് ചെയ്യാൻ സജ്ജമാകും. ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കും. ശേഷം വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടണിൽ വിരലമർത്തി വോട്ട് രേഖപ്പെടുത്താം. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ചെയ്ത വോട്ട് ഉറപ്പിക്കാനാണ് VVPAT എന്ന യന്ത്രം. വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതോടെ പോൾ ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം എന്നിവ പേപ്പർ സ്ലിപ്പിൽ അച്ചടിച്ച് വരുന്നത് യന്ത്രത്തിലൂടെ കാണാനാകും. VVPAT സ്ലിപ്പ് 7 സെക്കൻഡ് വോട്ടർക്ക് വേണ്ടി പ്രദർശിപ്പിക്കും. വോട്ട് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്ത സ്ലിപ്പ് തുടർന്ന് VVPAT യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കും. വോട്ടിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഈ സ്ലിപ്പുകൾ എണ്ണി പരിശോധിക്കുന്നതിനാണ് ഇത്. കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സിഗ്നലാണിത്.
വിവിപാറ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടണം. ബൂത്തിനകത്ത് ഒരേ സമയം 3 മുതൽ 4 പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കും കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന സ്ത്രീകൾക്കും മുൻഗണനയുണ്ട്. ശാരീരിക അവശതയുള്ളവർക്കും വീൽചെയറിൽ എത്തുന്നവർക്കും റാമ്പ് വഴി ബൂത്തിലേക്ക് പ്രവേശിക്കാം. വോട്ടിംഗ് സമയം തീരുന്ന വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. പുതിയതായി ആരെയും പ്രവേശിപ്പിക്കില്ല. വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ പതിവ് വോട്ട് രേഖപ്പെടുത്തലിന് പുറമെ ഉള്ള 2 തരം വോട്ടുകളാണ് ചാലഞ്ച് വോട്ടും ടെൻഡർ വോട്ടും. വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിട്ടും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ മനസ്സിലായാൽ സെഷൻ 49(p) പ്രകാരം ചാലഞ്ച് വോട്ടിന് അനുമതി നൽകും. ഇത് പ്രത്യേകം സൂക്ഷിക്കും. പിന്നീട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും തീരുമാനം. കള്ളവോട്ടിനെതിരെയാണ് ടെൻഡർ വോട്ട്. വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുമ്പോൾ ആരെങ്കിലും ഇതിനകം തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാൽ ടെൻഡർ വോട്ട് ചെയ്യാനാകും. ടെൻഡർ വോട്ട് ജയപരാജയത്തെ ബാധിക്കില്ല. വോട്ട് എണ്ണുമ്പോൾ ഇത് കണക്കിലെടുക്കാറുണ്ട്. എന്നാൽ ഏതെങ്കിലും പോളിംഗ് ബൂത്തിൽ 14% ടെൻഡർ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടാൽ അവിടെ റീപോളിംഗ് നടക്കും. വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അത് നിങ്ങളുടെ അവകാശമെന്ന് തിരിച്ചറിയുക. കൃത്യമായി വിനിയോഗിക്കുക.